ഒന്നാമതായിട്ട് പറയാനുള്ളത്, വേദനയോടുകൂടിയാണെങ്കിലും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അത് പറയും, എവിടെയും പറയണമെന്ന് എന്റെ മനസ്സ് പറയുന്നു. സ്വാമി ഉദിത് ചൈതന്യ പറയില്ല, സന്ദീപ് ചൈതന്യ പറയില്ല, ഭൂമാനന്ദ സ്വാമി പറയില്ല. ഗോപാലകൃഷ്ണന് ജന്മം നൽകിയിരിക്കുന്നത് ഇത് പറയാൻ വേണ്ടി കൂടിയാണ്. അതുകൊണ്ട് അത് പറയാൻ ഞാൻ ആഗ്രഹിക്കാം. ഞാൻ എല്ലാ വർഷവും AK ആന്റണി ഡിഫൻസ് മിനിസ്റ്റർ ആയതിനു ശേഷം അരുണാചൽ പ്രദേശിലേക്ക് പോകാറുണ്ട്, ആസാമിലും എല്ലാം പോകാറുണ്ട്. ഇവിടെയൊക്കെ പോയിട്ട് അവിടുത്തെ കളക്ടർമാർക്ക്, അവിടുത്തെ പല പല ഓഫീസർമാർക്കെല്ലാം ക്ലാസ് എടുക്കാറുണ്ട്. കന്യാകുമാരിയിലെ വിവേകാനന്ദ കേന്ദ്രക്കാരാണ് കോർഡിനേറ്റ് ചെയ്യുന്നത്. എല്ലാ വർഷവും ജനുവരി 10-ാം തീയതി പോകും, ഫെബ്രുവരി മാസം 2-ാം തീയതി വരുള്ളൂ. നിരന്തരം ക്ലാസ്സുകളാണ്. 4 കൊല്ലം മുമ്പ് പോയപ്പോ അരുണാചൽ പ്രദേശില് കഷ്ടിച്ച് 8 ലക്ഷം ആൾക്കാരേ ഉള്ളൂ. ജനസംഖ്യ 8 ലക്ഷമാണ്. അതിലെ 20,000 പേര് ക്രിസ്ത്യാനികളായിരുന്നു. ഈ പ്രാവശ്യം ജനുവരി പോയപ്പോ കണ്ടത് 8.5 ലക്ഷം ജനസംഖ്യയുള്ള അരുണാചൽ പ്രദേശില് 6.5 ലക്ഷം പേര് ക്രിസ്ത്യാനികളായി. അതേപോലെ ആസാം അടിമുടി മാറുകയാണ്. തമിഴ്നാട്ടിൽ ചെന്നാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഓരോ സ്ലം ഏരിയയും 500-ന്റെ നോട്ട് കൊടുത്ത് കൺവെർട്ട് ചെയ്യുന്ന കാഴ്ച. ഈ തിങ്കളാഴ്ച, കഴിഞ്ഞ തിങ്കളാഴ്ച, ഇന്ന് തിങ്കളാഴ്ച, കഴിഞ്ഞ തിങ്കളാഴ്ച ഞാൻ കുളച്ചലിൽ പോയിരുന്നു, കന്യാകുമാരിയിലേക്ക്. അവിടെ ചെന്നപ്പോ കണ്ടത് 4-5 കിലോമീറ്റർ റേഡിയസില് ഒരു ഹിന്ദു പോലും ഇല്ല, ഒരു ഹിന്ദു പോലും ഇല്ല. എല്ലാം മതം മാറിയിട്ടുണ്ട്. എന്താ കാരണം? ഇത് നിങ്ങൾ അറിയണം. നമ്മളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്നതോടൊപ്പം എന്റെ മുമ്പിലുള്ള എന്റെ കുടുംബാംഗങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ധർമ്മത്തെ സംരക്ഷിക്കാൻ ഞാനും നിങ്ങളും തയ്യാറായില്ല എങ്കിൽ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മുടെ ധർമ്മം ഭാരതത്തിനകത്തില്ലാതെയാവും. നിങ്ങളുടെ ബ്ലഡ് പ്രഷർ കൂട്ടാനൊന്നുമല്ല ഗോപാലകൃഷ്ണൻ പറയുന്നത്. എനിക്ക് അങ്ങനെ ഒരു ജോലിയില്ല. എനിക്ക് ഒരു ക്രിസ്ത്യാനിയോടും എനിക്ക് എതിർപ്പുമില്ല. ഞാൻ എന്നും എന്റെ ഓട്ടോബയോഗ്രഫി 2 വോളിയം അവിടെയുണ്ട്. എന്നെ സഹായിച്ച എല്ലാ ക്രിസ്ത്യാനികളുടെയും പേര് ഞാൻ അതിൽ എഴുതിയിട്ടുണ്ട്. ഓരോ പുസ്തകം ഇറക്കുമ്പോഴും പള്ളിപ്പറമ്പ് കാവിന് അടുത്തുള്ള മത്തായി സാറിന്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്ത് നമസ്കരിച്ചിട്ടാ ഞാൻ വരിക. എനിക്ക് സയന്റിസ്റ്റായിട്ട് അപ്പോയിന്റ്മെന്റ് തന്ന ഡോക്ടർ AG മാത്യുവിനെ ഇപ്പോഴും ഞാൻ തൊഴാറുണ്ട്, കാല് തൊടാറുണ്ട്. ഒരു മതത്തിനോടും എനിക്ക് എതിർപ്പില്ല. പക്ഷേ ഇന്ന് കേരളത്തിൽ 51% ഹിന്ദുക്കളില്ല, 38% ഉള്ളൂ. ഭാരതത്തിലെ ഹിന്ദുക്കളുടെ എണ്ണം കുറയുന്നത് ജോമെട്രിക്കൽ പ്രോഗ്രഷനില്. നമുക്കൊരു ധാരണയുണ്ട് 2.8% ക്രിസ്ത്യാനികളാണ് ഭാരതത്തിലുള്ളത്. ആ കാലമൊക്കെ എന്നേ കഴിഞ്ഞു. 18% ക്രോസ് ചെയ്തു. വീണ്ടും ഞാൻ പറയുന്നു, വികാരങ്ങൾ ഉണ്ടാക്കാനല്ല ഞാനിത് പറയുന്നത്. നമ്മൾ എന്തു ചെയ്യണം? സത്യത്തിന്റെ മാർഗമുണ്ട്. ശ്രീകൃഷ്ണൻ പറഞ്ഞൊരു മാർഗമുണ്ട്. അത് നിങ്ങൾ ചെയ്തേ പറ്റുള്ളൂ. ഗോപാലകൃഷ്ണന്റെ ആവശ്യമാണ്, ആഗ്രഹമാണ്. ധർമ്മപുത്രരോട്, അർജുനനോട്, ഭീമനോട് പറഞ്ഞു, കൃഷ്ണൻ ഭീഷ്മരെ കൊല്ലാൻ നിങ്ങൾക്ക് സാധിക്കില്ല. ശക്തനാണ്, അതിശക്തനാണ് ഭീഷ്മര്. അദ്ദേഹത്തിനെ തളർത്താൻ ഒരു വഴിയേ ഉള്ളൂ. ശിഖണ്ഡിയെ മുമ്പിൽ നിർത്തിയിട്ട് അർജുനൻ അസ്ത്രമെടുക്കണം. ഇത് കൃഷ്ണൻ കാണിച്ചെന്ന വഴിയാണ്, ഗോപാലകൃഷ്ണൻ കാണിച്ചെന്ന വഴിയല്ല. അതേപോലെ ദ്രോണാചാര്യരെ തളർത്താൻ സാധ്യമല്ല. അതിന് ഒരു വഴിയേ ഉള്ളൂ. നുണ പറയാത്തവൻ പതുക്കെ നുണ പറയുക. ഈ നുണ പറയൽ ശരിയാണോ? വ്യാവഹാരിക ജീവിതത്തില് ധർമ്മത്തെ സംരക്ഷിക്കാൻ ഇത് ചെയ്താലേ സാധിക്കുള്ളൂ എങ്കിൽ അത് ചെയ്യണം ധർമ്മപുത്രരെ. ഞാൻ വീണ്ടും പറയുന്നു, ഇത് ഗോപാലകൃഷ്ണൻ പറഞ്ഞ വഴിയല്ല, ശ്രീകൃഷ്ണൻ പറഞ്ഞ വഴിയാ. അതുകൊണ്ട് അശ്വത്ഥാമാവ് മരിച്ചു എന്ന് പറഞ്ഞ് ദ്രോണാചാര്യരെ എയ്തത്. 3-ാമത്തെ വരിയും കൃഷ്ണൻ പറഞ്ഞു, കർണന്റെ രഥം എങ്ങനെയാണോ മണ്ണിൽ പൂണ്ടത് രഥചക്രം, അപ്പ കർണൻ രഥത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കൃഷ്ണനോടും അർജുനനോടും പറഞ്ഞു, കൃഷ്ണ, അർജുന, നിങ്ങൾ രണ്ടുപേരും ധർമ്മത്തിന്റെ മൂർത്തിമത് ഭാവമാണ്. ധർമ്മം എന്താണെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ എനിക്ക് നേരെ അസ്ത്രമെയ്യരുത്. കാരണം എന്റെ രഥത്തിന്റെ ചക്രം മണ്ണിൽ പൂണ്ടുപോയ സമയത്ത് നിങ്ങൾ
എനിക്കെതിരെ അസ്ത്രമെയ്യുന്നത് ധർമ്മവിരുദ്ധമാണ്. അപ്പ കൃഷ്ണൻ ചോദിച്ചു, കർണ, ഒരു ചോദ്യം നിന്നോട് ചോദിക്കട്ടെ, ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ ഞങ്ങൾ കാത്തു നിൽക്കാം. ഒരു സ്ത്രീയുടെ വസ്ത്രം ഒരു സദസ്സിൽ വെച്ച്, ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് ഒരു സ്ത്രീയുടെ വസ്ത്രം ഉരിഞ്ഞപ്പോൾ നിന്റെ ധർമ്മബോധം എവിടെ പോയി കർണ? ഒരു സ്ത്രീയെ രാജാവിന്റെയും രാജ്ഞിയുടെയും മുമ്പിൽ വെച്ച്, ആചാര്യനായ ദ്രോണന്റെയും അതേപോലെ പിതാമഹനായ ഭീഷ്മരുടെയും മുമ്പിൽ വെച്ച് ആ സ്ത്രീയുടെ വസ്ത്രം ഊരിയപ്പോൾ, പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം ചെയ്തപ്പോൾ നിന്റെ ധർമ്മബോധം എവിടെ പോയി കർണ? അന്നില്ലാത്ത നിങ്ങളുടെ ധർമ്മബോധം ഇന്ന് ഞങ്ങൾ പാലിക്കണം എന്ന് പറയുന്നതിൽ എന്തർത്ഥം? കർണനൊന്നും പറഞ്ഞില്ല. ഈ 3 വരിയും എന്റെ മുമ്പിലിരിക്കുന്നവര് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അറിഞ്ഞിരിക്കണം. ഇതിലൂടെ വേണം ഹിന്ദു ധർമ്മത്തെ സംരക്ഷിക്കാൻ. ബൈബിളിലെ സത്യങ്ങള് പച്ചയ്ക്ക് വിളിച്ചു പറയണം. ഗോപാലകൃഷ്ണൻ ഏത് പാപഭാരവും ഏറ്റെടുക്കാൻ തയ്യാറാണ്. യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, ഞാൻ സമാധാനം സ്ഥാപിക്കാനല്ല വന്നിരിക്കുന്നത്, ഞാൻ നിങ്ങളെ ഭിന്നിപ്പിക്കാനാണ് വന്നിരിക്കുന്നത്. നിങ്ങളെ തമ്മില് ആ വരി ഞാൻ അതേപോലെ വായിക്കാം. ജോസഫ് പുലിക്കുന്നേൽ എഴുതിയ ബൈബിളിലെ വരികള്, ആ പുസ്തകം ഇന്ന് അവൈലബിൾ ആണ്. ബൈബിളിലെ വരികളൊന്ന് കേൾക്കണം നിങ്ങള്. ഞാൻ വന്നത് ഭൂമിയിൽ സമാധാനം സ്ഥാപിക്കാനാണ് എന്ന് ധരിക്കരുത്. സമാധാനമല്ല, വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ വന്നിരിക്കുന്നത് മകനെ അപ്പനെതിരെയും മകളെ അമ്മയ്ക്കെതിരെയും മരുമകളെ അമ്മായി അമ്മയ്ക്കെതിരായും ഭിന്നിപ്പിക്കാനാണ്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 34-ാമത്തെ വരി. യഹോവ പറയുന്നു, കർത്താവിന്റെ മഹാദിനം ആസന്നമായിരിക്കുന്നു, അത് അതിവേഗം വന്നടുക്കുന്നു. കർത്താവിന്റെ ദിനത്തിന്റെ ശബ്ദം ഭയങ്കരമാണ്, അവിടെ യോദ്ധാക്കൾ പൊട്ടിക്കരയുന്നു. അത് ക്രോധത്തിന്റെ ദിനമാണ്, ദുരിതത്തിന്റെയും കൊടിയ വേദനയുടെയും ദിനം, നാശത്തിന്റെയും തകർച്ചയുടെയും ദിനം, ഇരുട്ടിന്റെയും മങ്ങലിന്റെയും ദിനം, കാർമേഘങ്ങളുടെയും കൂരിരുട്ടിന്റെയും ദിനം, കൊട്ടകൊത്തളങ്ങൾക്കെതിരെ പോർവിളി മുഴങ്ങുന്ന ദിനം. ഞാൻ മനുഷ്യർക്ക് ദുരിതമുണ്ടാക്കും, അവർ അന്ധരെ പോലെ നടക്കും. കർത്താവിന്റെ ക്രോധത്തിൽ അവരെ ഒന്നിനും രക്ഷിക്കാനാവില്ല. ഭൂമിയിലെ സർവ്വനിവാസികളെയും ഞാൻ നശിപ്പിക്കും. കർത്താവിന്റെ വരികളാണ് മക്കളെ, കേൾക്കണം, ഓരോന്നും വായിക്കണം. ഈ പുസ്തകം ഇവിടെ അവൈലബിൾ ആണ്, ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. അതേപോലെ ഇതിനകത്ത് കുറേ ഉണ്ട്. 8-ാമത്തെ പേജില് ഭയങ്കരമായിട്ട്, എന്റെ കരങ്ങൾ ആകാശത്തേക്ക് ഉയർത്തി ഞാൻ സത്യം ചെയ്യുന്നു, എന്റെ തിളങ്ങുന്ന വാളിന് മൂർച്ച കൂട്ടി ന്യായം വിധിക്കാനുള്ള അവകാശം കയ്യിലെടുത്ത് എന്റെ വൈരികളോട് ഞാൻ പ്രതികാരം ചെയ്യും. യഹോവ പറയുന്ന വരിയാണ്. എന്നെ വെറുക്കുന്നവരോട് പകരം വീട്ടും, എന്റെ അസ്ത്രങ്ങളെ രക്തപാനം കൊണ്ട് ലഹരി പിടിപ്പിക്കും, എന്റെ വാളിന് മാംസം ഭക്ഷണമായിരിക്കും. ശത്രുവിന്റെ തലയിൽ നിന്ന് രക്തമൊഴുകും, അവരുടെ ദാസരുടെ രക്തത്തിൽ അവൻ പ്രതികാരം ചോദിക്കും. കർത്താവിന്റെ വരികള് ഒന്നല്ല, 1480 വരികള് ബൈബിളിലുണ്ട്. ഗോപാലകൃഷ്ണൻ ആവേശത്തിൽ സംസാരിക്കല്ല. കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ വർഷം ലോസ് ഏഞ്ചൽസിൽ പോയപ്പോ അവിടെ കുറെ പേരെ കണ്ടു. അവർ അമേരിക്കൻ ഗവൺമെന്റിന് മെമ്മോറാണ്ടം കൊടുത്തിരിക്കുകയാണ്. എന്തിനറിയോ? ബൈബിള് നിരോധിക്കണം, ബൈബിള് നിരോധിക്കണം. അമേരിക്കയിൽ നിന്ന് കേട്ടതാണ്. ഫാക്ട് ഫൈൻഡിങ് സൊസൈറ്റി അവര് പബ്ലിഷ് ചെയ്ത പുസ്തകത്തിന്റെ മലയാളം വിവർത്തനമാണ്. ഇംഗ്ലീഷും ഉണ്ട് അവിടെ. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ധാരാളമുണ്ട്. അത് മുഴുവനും വായിച്ചു കേൾപ്പിച്ചിട്ട് ഏതെങ്കിലും മതത്തിനെതിരെ പ്രവർത്തിക്കാനല്ല എനിക്ക് ആഗ്രഹമുള്ളൂ. എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. പുത്തൻകുരിശിൽ വന്ന്, പുത്തൻകാവിൽ വന്ന്, ചാരപ്പറമ്പിൽ വന്ന് മഹാദേവിയുടെ മുമ്പിൽ ഇരിക്കുന്ന എന്റെ കുടുംബാംഗങ്ങളോട് എനിക്ക് പറയണം, ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ആ യഥാർത്ഥം ക്രിസ്ത്യാനികളെ ബോധ്യപ്പെടുത്തണം. യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ നിങ്ങളെ ജനങ്ങളുടെ മധ്യത്തിലേക്ക് വിടുന്നത് നിങ്ങളുടെ മനസ്സില് സർപ്പത്തിന്റെ വിഷവും നിങ്ങളുടെ ശരീരം മാടപ്രാവിന്റെ നിഷ്കളങ്കതയുമുള്ളതായിരിക്കണം. യേശുവിന്റെ വരിയാണ്. ഞാൻ വീണ്ടും പറയുന്നു, ഗോപാലകൃഷ്ണൻ
ബൈബിളിൽ ഇല്ലാത്തത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന ശിക്ഷ ഏറ്റുവാങ്ങാൻ ഗോപാലകൃഷ്ണൻ തയ്യാറാണ്. നിങ്ങൾ എല്ലാവരും പറയുന്നു, ഒരാൾ പറഞ്ഞാൽ മതി, ആ ശിക്ഷ ഏറ്റുവാങ്ങാൻ ഗോപാലകൃഷ്ണൻ തയ്യാറാണ്. ഇത്രയും അല്പം ശബ്ദം കൂട്ടി ഞാൻ പറയാൻ കാരണം, ഇനി നമുക്ക് ക്ഷമിച്ചിരുന്നാൽ ഈ രാഷ്ട്രം മൊത്തം ക്രിസ്തുമതത്തിന് കീഴിലാകും. 122 രാജ്യങ്ങളിൽ ആധികാരിക മതം ക്രിസ്തുമതാണ്. 68 രാജ്യങ്ങളിൽ ഇസ്ലാം മതം, 8 രാജ്യങ്ങളിൽ ബുദ്ധമതം. ലോകത്തിൽ ഒരു രാജ്യത്തിലും ഹിന്ദുമതം ദേശീയ മതമല്ല, ഭാരതത്തിൽ പോലും അല്ല. എന്നിട്ടും 100 കോടി ജനത ഹിന്ദുക്കളായിട്ടുണ്ട്. ആ 100 കോടി ജനതയെ 42 ലക്ഷം വരുന്ന ക്രിസ്ത്യാനികളാണ് മതം മാറ്റുന്നത്. 69,000 കോടി രൂപ ഇന്ത്യയിലേക്ക് ഒഴുകി സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള കാത്തലിക്കിന്റെ നിർദ്ദേശപ്രകാരം മതം മാറ്റുമ്പോൾ 2.5 ലക്ഷം അച്ഛന്മാരും കന്യാസ്ത്രീകളും അതിന് കൂട്ടുനിൽക്കുമ്പോൾ അരുണാചൽ പ്രദേശിലും ഇന്നത്തെ ഹിന്ദു പേപ്പർ വായിച്ചു നോക്കുക, പഞ്ചാബില് എത്രയോ സർദാർജിമാര് കൂട്ടത്തോടെ ക്രിസ്ത്യാനികളായിരിക്കുന്നു. അവനവൻ ഏതു മതവും സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതവനവന്റെ ഇഷ്ടം. പക്ഷേ ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും അവഹേളിച്ചും ഭീഷണിപ്പെടുത്തിയും മതം മാറ്റുന്ന കേരളത്തിലെ ക്രിസ്ത്യാനികൾ അവർക്കെതിരെ പ്രതികരിക്കുന്നതിന് ഈ പുസ്തകവും ആ കർത്താവിന്റെ വഴി നീ ചെല്ലുന്ന ദേശത്തിലെ ജനങ്ങളുടെ അശേര വിഗ്രഹങ്ങൾ തകർക്കണം, അവരുടെ തലയറുക്കാൻ നിന്റെ കൈ ഉയരണം, മറ്റുള്ളവരുടെ കൈ പിന്നീട് ഉയരും. കർത്താവാണ് പറയുന്നത്, ഈ മറ്റു മതത്തിലെയും മറ്റ് വിഗ്രഹാരാധകരെയും മറ്റ് ദൈവത്തെയും ആരാധിക്കുന്നവരെ നീ കൊല്ലണം. അങ്ങനെ കൊന്ന ഒരാളാണ് ഫ്രാൻസിസ് സേവിയർ. അയാളെയാണ് വിശുദ്ധനായിട്ട് സെയിന്റ് ഫ്രാൻസിസ് സേവിയർ ആയിട്ട് പള്ളി പണിതിരിക്കുന്നത്. ലോകത്തിൽ ഒരു വിശുദ്ധന്റെ ശവത്തിന് മാത്രമേ പോലീസ് കാവലുള്ളൂ. ഗോവയിൽ ചെന്നാൽ സെയിന്റ് ഫ്രാൻസിസ് സേവിയറുടെ ഡെഡ് ബോഡിക്ക് പോലീസ് കാവലുണ്ട്. കാരണം 40,000 ഹിന്ദുക്കളെ വെട്ടി നുറുക്കി 1400 ക്ഷേത്രങ്ങൾ തകർത്ത് വിഗ്രഹത്തിൽ മൂത്രം ഒഴിപ്പിച്ച വ്യക്തിയാണ് ഫ്രാൻസിസ് സേവിയർ. അയാളെയാണ് പുണ്യവാളനായിട്ട് കർത്താവ് അനുസരിച്ച് പുണ്യവാളനാക്കിയത്. എടപ്പള്ളി പള്ളിയില് സെന്റ് ജോർജിലെ 60,000 ജൂതന്മാരെ കൊന്നാള്, 60,000 മതം മാറാൻ വിസമ്മതിച്ച ജൂതന്മാരെ കൊന്നാള്. 50 രാജ്യങ്ങളില് സെന്റ് ജോർജ് പള്ളി വെക്കാൻ അനുവദിക്കില്ല അവര്. അവിടെ ഒന്നും സെന്റ് ജോർജേ അല്ല, അവരെ ഡീസെയിന്റിഫൈ ചെയ്തു. ലോകത്തിൽ ഇത്രയും ക്രൂരൻ ഒസാമ ബിൻ ലാദനേക്കാളും ക്രൂരനാണ് സെന്റ് ജോർജ്. അത്ര പേരെ കൊന്നിട്ടുണ്ട് ജൂതന്മാരെ. എന്നിട്ടും അയാളെ പുണ്യവാളനാക്കിയത് യഹോവയുടെ വരികൾ കേട്ടിട്ട് അതേപോലെ പ്രവർത്തിച്ചതിനാണ്. 60,000 കോഴിയെ കൊന്ന് എടപ്പള്ളിയിലെ കറി വയ്ക്കുമ്പോൾ മാതൃഭൂമി പത്രം അതിനെതിരെ പ്രതികരിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോ അച്ഛന്മാരെല്ലാം ചേർന്ന് മാതൃഭൂമി പത്രം എഴുതിയത് തെറ്റാണെന്ന് പറഞ്ഞു. ഏത് പുണ്യവാളനാ കോഴിയുടെ ഇറച്ചി തിന്ന് സന്തോഷിക്കുക? അവിടെ ഈ എടപ്പള്ളി പള്ളിയിൽ നടക്കുമ്പോ എല്ലാ വീടുകളിൽ നിന്നും കള്ള് വിൽക്കുന്നുണ്ട്. റമ്മ 3x റമ്മ